ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെയും പീഠത്തിലെയും സ്വർണത്തിന്റെ തൂക്കം 4.147 കിലോഗ്രാം കുറഞ്ഞതിൽ മനഃപൂർവ്വം തിരിമറി ഉണ്ടായെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ശബരിമല ക്ഷേത്രഭരണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളുമാണ് ഉണ്ടായത്. 2019 സ്വർണ്ണപ്പാളി സ്പോൺസർ തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ തന്നെ വീഴ്ചയാണ് ഉണ്ടായത്. സ്വർണ്ണപ്പാളികളിലെ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാമെന്നാണ് നിഗമനം. ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെയും പീഠത്തിലെയും സ്വർണത്തിന്റെ തൂക്കം 4.147 കിലോഗ്രാം കുറഞ്ഞതിൽ മനഃപൂർവ്വം തിരിമറി ഉണ്ടായെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ശബരിമല ക്ഷേത്രഭരണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ ഗുരുതര ക്രമക്കേടുകളാണ് ഉണ്ടായത്. 2019 സ്വർണ്ണപ്പാളി സ്പോൺസർ തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ വീഴ്ചയുണ്ടായി. സ്വർണ്ണപ്പാളികളിലെ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാം. സ്വർണം പൊതിഞ്ഞ് വീണ്ടും പുതുക്കാൻ 2019 സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളിയുമായി പോയ യാത്രയിലും അടിമുടി ദുരൂഹതയുണ്ടെന്നും ഹൈക്കോടതി കണ്ടെത്തി. ചട്ടപ്രകാരം പോകേണ്ടിയിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്പോൺസറുടെ യാത്രയെ അനുഗമിച്ചില്ല. ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ്. 2019 ജൂലൈ 20 കൈമാറിയ സ്വർണ്ണപ്പാളികളും പീഠവും സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചതാകട്ടെ ഓഗസ്റ്റ് 29. 1 മാസവും 9 ദിവസവും ദ്വാരപാലക സ്വർണ്ണപ്പാളികളും പീഠവും സ്പോൺസറുടെ കൈവശം ഇരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയത് തൂക്കം കുറഞ്ഞ പാളികളാണെന്നും മഹസർ രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാനുണ്ടായ കാലതാമസം നീതീകരിക്കാനാകാത്തതെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണപ്പാളിയെ വെറും ചെമ്പുപാളിയാക്കി മഹസർ എഴുതിയത് മനഃപൂർവ്വമാകാമെന്നും പവിത്രവും പൊതുജന വിശ്വാസവും ഇത്രയധികമുള്ള ശബരിമല ക്ഷേത്രഭരണത്തിന്റെ സുതാര്യതയെ ഇത്തരം ക്രമക്കേടുകൾ ബാധിച്ചെന്നും ഹൈക്കോടതി വിലയിരുത്തി. വസ്തുതകൾ പുറത്തുവരാതിരിക്കാൻ നീക്കമുണ്ടായെന്നും കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ഭയപ്പെടുത്തുന്നതെന്നും ഹൈക്കോടതി പരാമർശിച്ചു. ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ സ്പോൺസർ തന്നെ മാറ്റിയതാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദാംശങ്ങളും ഉദ്ദേശലക്ഷ്യവും അന്വേഷിക്കണമെന്നും ഉത്തരവിട്ടു. ജനം, കൊച്ചി.